ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പാസാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 കിലോ ബീഫ് വലുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കടുക്, വിനാഗിരി, വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ ഒരു 6 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1.5 ചുള വെളുത്തുള്ളി, 2 സവാള, മുരിങ്ങാത്തൊലി. ഇത് നമുക്ക് ഇറച്ചിയെടുത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ, വിനാഗിരി 2 ടീസ്പൂൺ. എല്ലാം കൂടി 5 മിനിറ്റ് കുഴച്ച് വെക്കണം. നന്നായി മിക്സ് ആക്കണത്. ഇതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുരിങ്ങാത്തൊലി, 2 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ വിനാഗിരി, ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇത് അടപ്പത്ത് വെച്ച് 1 മണിക്കൂർ വേവിക്കണം. ഇതിൽ 2 സ്പൂൺ അരച്ച് വെച്ച അരപ്പ് ഇട്ട് യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണം. മൂടി വെച്ച് 1 മണിക്കൂർ വേവിക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കി തിരിച്ച് വെള്ളം ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലോട്ട് സവാളയും വേപ്പിലയും ഇടണം. വേപ്പില ഇടാൻ മറന്നുപോയി. എന്നിട്ട് നല്ലോണം ഇളക്കി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിലോട്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി മുരിങ്ങി. ഇതിലോട്ട് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇതിലോട്ട് 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് ഇതിനകത്തോട്ട് അരച്ച് വെച്ച ചേരുവകൾ 3 ടീസ്പൂൺ. വിനാഗിരി 2 കോരിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം. എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടണം. പഞ്ചസാരയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഈ ചാപ്സ് ഇവിടെ ശരിയായിട്ടുണ്ട്. ചൂട് ചോറുകൂടി ഇത് കഴിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചെയ്ത വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക.